ലോകത്തിലെ ഏറ്റവും സുരക്ഷിത രാജ്യങ്ങളിൽ ഒന്നാണെന്ന് പറയപ്പെടുന്ന ജപ്പാൻ ഇപ്പോൾ എന്തുകൊണ്ടാണ് ചാരപ്രവർത്തനങ്ങളുടെ പേരിൽ വാർത്തകളിൽ നിറയുന്നത്? സാങ്കേതിക രംഗത്ത് ലോകത്തിന് മാതൃകയായ ഒരു രാജ്യം എങ്ങനെ വിദേശ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമെന്ന ആരോപണം നേരിടുന്നു? റഷ്യ യുക്രൈൻ യുദ്ധം, ആഗോള ഉപരോധങ്ങൾ, മൈക്രോ ചിപ്പുകൾ, രഹസ്യ ശൃംഖലകൾ ഇതെല്ലാം തമ്മിൽ എന്താണ് ബന്ധം? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത്. ഇത് വിശദമായി നോക്കാം. ഞാൻ ദേവിക ഷാജി. വൃത്തിയും ക്രമവും സുരക്ഷയും കൊണ്ട് ലോകത്തിന് മാതൃകയായ രാജ്യമാണ് ജപ്പാൻ. കുറ്റകൃത്യങ്ങൾ വളരെ കുറവുള്ള രാജ്യമായും നിയമങ്ങൾ കർശനമായി പാലിക്കുന്ന സമൂഹമായും ജപ്പാനെ പലപ്പോഴും വിശേഷിപ്പിക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ ആ രാജ്യത്തെക്കുറിച്ചാണ് പുതിയ ആശങ്കകൾ ഉയരുന്നത്. വിദേശ രഹസ്യാന്വേഷണ ഏജൻസികൾ ജപ്പാനെ ഉപയോഗിക്കുന്നുവെന്നും അത്യാധുനിക സാങ്കേതിക ഉപകരണങ്ങൾ രഹസ്യമായി മറ്റു രാജ്യങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ജപ്പാൻ ഒരു ഇടനില കേന്ദ്രമായി മാറുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഈ സാഹചര്യത്തിലാണ് ദേശീയ സുരക്ഷ കൂടുതൽ ശക്തമാക്കേണ്ട സമയമായെന്ന് ജപ്പാൻ തന്നെ തുറന്നു സമ്മതിച്ചിരിക്കുന്നത്. രാജ്യത്തെ സുരക്ഷാ സംവിധാനങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ടെന്നും വിദേശ ചാര പ്രവർത്തനങ്ങളെ ചെറുക്കാൻ പുതിയ മാർഗങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ടെന്നും ജപ്പാൻ സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നു. ജപ്പാൻ സർക്കാരിന്റെ മുഖ്യ വക്താവായ മിനോരു കിഹാര നടത്തിയ പ്രസ്താവനയും ഇതിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന വിദേശ ഇടപെടലുകൾ കൂടുതൽ ഗൗരവത്തോടെ കാണേണ്ട സാഹചര്യമാണ് ഉള്ളതെന്നും സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താൻ സർക്കാർ നടപടി സ്വീകരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ചർച്ചകൾക്ക് തുടക്കമായത് അമേരിക്കൻ മാധ്യമമായ ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ച അന്വേഷണ റിപ്പോർട്ടിലൂടെയാണ്. അതിൽ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. റിപ്പോർട്ട് പറയുന്നത് ജപ്പാനിലെ നിലവിലുള്ള ചാരവൃത്തി വിരുദ്ധ നിയമങ്ങളിലെ ചില പരിമിതികൾ വിദേശ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾക്ക് അവസരം നൽകുന്നുവെന്നാണ്. പ്രത്യേകിച്ച് റഷ്യ ജപ്പാനെ ഒരു പ്രധാന ഇടനില കേന്ദ്രമായി ഉപയോഗിക്കുന്നു എന്നാണ് റിപ്പോർട്ടിലെ ആരോപണം. ഇത് സാധാരണ ചാരപ്രവർത്തനം മാത്രമല്ല, സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന അത്യാധുനിക ഇലക്ട്രോണിക് സാധനങ്ങളും സാങ്കേതിക ഉപകരണങ്ങളും വിവിധ രാജ്യങ്ങളിലൂടെ റഷ്യയിലെത്തിക്കാൻ ചില രഹസ്യ ശൃംഖലകൾ പ്രവർത്തിക്കുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ചില സുരക്ഷാ വിദഗ്ധർ ജപ്പാനെ ഇപ്പോൾ ചാരന്മാരുടെ സ്വർഗമെന്ന തരത്തിൽ വിശേഷിപ്പിക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഈ പരാമർശം തന്നെ വിഷയം എത്രത്തോളം ഗൗരവമുള്ളതാണെന്ന് കാണിക്കുന്നു. ഇതിന് പിന്നിലെ പ്രധാന കാരണം റഷ്യ യുക്രൈൻ യുദ്ധമാണ്. യുദ്ധം ആരംഭിച്ചതിനു ശേഷം അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യക്കെതിരെ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന പല സാങ്കേതിക ഉപകരണങ്ങളുടെയും കയറ്റുമതി നിയന്ത്രിക്കുകയും ചെയ്തു. എന്നാൽ യുദ്ധത്തിന്റെ രീതിയും മാറി. ഇന്ന് ഡ്രോണുകളും മിസൈലുകളും ആശയവിനിമയ സംവിധാനങ്ങളും പ്രവർത്തിക്കാൻ ചെറിയ ഇലക്ട്രോണിക്സ് സാധനങ്ങൾ പോലും വളരെ പ്രധാനമാണ്. മൈക്രോ ചിപ്പുകൾ, സെൻസറുകൾ, കൺട്രോൾ യൂണിറ്റുകൾ തുടങ്ങി ചെറിയ ഭാഗങ്ങൾക്ക് പോലും വലിയ വിലയാണ്. ഇത്തരം ഭാഗങ്ങളുടെ ലഭ്യത തടയുക എന്നതായിരുന്നു ഉപരോധങ്ങളുടെ പ്രധാന ലക്ഷ്യം. എന്നാൽ അന്വേഷണ റിപ്പോർട്ടുകൾ പറയുന്നത് നേരിട്ടുള്ള കയറ്റുമതി തടഞ്ഞാലും പല രാജ്യങ്ങൾ വഴിയുള്ള വ്യാപാര ശൃംഖലകൾ ഉപയോഗിച്ച് ഈ നിയന്ത്രണങ്ങൾ മറികടക്കപ്പെടുന്നു എന്നാണ്. ജപ്പാനിൽ നിർമ്മിക്കാവുന്നതോ ജപ്പാനിൽ നിന്ന് ലഭിക്കാവുന്നതോ ആയ ചില സാങ്കേതിക ഭാഗങ്ങൾ ആദ്യം 3 രാജ്യങ്ങളിലേക്ക് അയക്കപ്പെടുന്നു. പിന്നീട് അവിടെ നിന്ന് പുതിയ രേഖകളായും പുതിയ വ്യാപാര മാർഗങ്ങളിലൂടെയും റഷ്യയിലെത്തുന്നു എന്നതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിൽ വിയറ്റ്നാം, ഉസ്ബെക്കിസ്ഥാൻ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളുടെ പേരുകളും റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. ഈ രാജ്യങ്ങളിലെ ചില ഇടനില കമ്പനികൾ വഴിയാണ് സാധനങ്ങൾ വീണ്ടും പാക്ക് ചെയ്ത് മറ്റ് രാജ്യങ്ങളിലേക്ക് അയക്കപ്പെടുന്നത് എന്നാണ് ആരോപണം. ഒരു ഉൽപ്പന്നം ഏത് രാജ്യത്താണ് നിർമ്മിച്ചതെന്ന് കണ്ടെത്താൻ എളുപ്പമാണ്. എന്നാൽ അത് പല രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് ഒടുവിൽ എവിടെയാണ് എത്തുന്നതെന്ന് കണ്ടെത്തുക വളരെ ബുദ്ധിമുട്ടാണ്. ഇതാണ് ഇന്നത്തെ ആഗോള വ്യാപാര ശൃംഖലയുടെ വലിയ വെല്ലുവിളി. റിപ്പോർട്ടിലെ മറ്റൊരു പ്രധാന പരാമർശം യുക്രൈൻ നൽകിയതായി പറയപ്പെടുന്ന വിവരങ്ങളാണ്. യുദ്ധത്തിൽ റഷ്യ ഉപയോഗിക്കുന്ന ചില ഡ്രോണുകളിലും മിസൈലുകളിലും കണ്ടെത്തിയ ഇലക്ട്രോണിക്സ് ഭാഗങ്ങളിൽ വലിയൊരു പങ്ക് ജപ്പാനിൽ നിർമ്മിച്ചവയാണെന്നാണ് റിപ്പോർട്ടിലെ അവകാശവാദം. എന്നാൽ ഈ ഘടകങ്ങൾ നേരിട്ട് ജപ്പാനിൽ നിന്ന് റഷ്യയിലേക്ക് പോയതാണോ അതോ പല രാജ്യങ്ങൾ വഴിയാണോ റഷ്യയിൽ എത്തിയതെന്ന് വ്യക്തമായി തെളിയിക്കേണ്ടതുണ്ടെന്ന് വിദഗ്ധർ പറയപ്പെടുന്നു. ആയതിനാൽ ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണവും തെളിവുകളും ആവശ്യമാണ്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട മറ്റൊരു പേര് കൂടി ശ്രദ്ധ നേടുകയാണ്. മാക്സിം വ്ളാഡിറോവിച്ച് ഫിൽചെങ്കോവ് എന്ന വ്യക്തിയാണ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. റഷ്യൻ രഹസ്യാന്വേഷണവുമായി ബന്ധമുള്ള ആളാണെന്നാണ് റിപ്പോർട്ടിലെ ആരോപണം. ടോക്കിയോയിലെ റഷ്യയുടെ ദേശീയ വിമാന കമ്പനിയുടെ ഓഫീസായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ഇത്തരം ആരോപണങ്ങൾ തെളിയിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് സുരക്ഷാ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു. ജപ്പാൻ സർക്കാർ ഈ റിപ്പോർട്ടിലെ എല്ലാ ആരോപണങ്ങൾക്കും നേരിട്ട് മറുപടി നൽകിയിട്ടില്ല. എന്നാൽ വിദേശ ചാര പ്രവർത്തനങ്ങളെ കൂടുതൽ ഗൗരവത്തോടെ കാണേണ്ട സമയമാണ് ഇതെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. മിനാരു കിഹാരയുടെ വാക്കുകളിൽ രാജ്യത്തിന്റെ നിർണായക സാങ്കേതിക വിവരങ്ങളും ഗവേഷണ സ്ഥാപനങ്ങളും കൂടുതൽ സുരക്ഷിതമാക്കണം.
ഭാവിയിൽ വിവരച്ചോർച്ചയും സാങ്കേതിക മോഷണവും തടയാൻ ശക്തമായ സംവിധാനങ്ങൾ ആവശ്യമാണ്. ഇതിന്റെ ഭാഗമായാണ് ജപ്പാൻ പുതിയ ദേശീയ ഇന്റലിജൻസ് സംവിധാനം രൂപീകരിക്കുന്ന കാര്യം ആലോചിക്കുന്നത്. ഇപ്പോൾ വിവിധ മന്ത്രാലയങ്ങളിലായി പ്രവർത്തിക്കുന്ന വിവരശേഖരണ സംവിധാനങ്ങളെ ഒരുമിപ്പിച്ച് ഒരു കേന്ദ്ര ഏജൻസി രൂപീകരിക്കാനാണ് നീക്കം. അമേരിക്കയിലെ CIA-യും ബ്രിട്ടനിലെ MI5-ഉം MI6-ഉം പോലുള്ള സംവിധാനങ്ങളും മാതൃകയാക്കിയാണ് പുതിയ സംവിധാനം ഒരുക്കുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജപ്പാൻ പ്രധാനമായും പ്രതിരോധം മാത്രം മുൻനിർത്തി സുരക്ഷാ നയമാണ് പിന്തുടരുന്നത്. ആക്രമണ സ്വഭാവമുള്ള സൈനിക നടപടികളിലും രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങളിലും രാജ്യം വളരെ സൂക്ഷ്മ സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ന് ലോകം മാറിയിരിക്കുകയാണ്. ചൈനയുടെ സൈനിക ശക്തി വർദ്ധിക്കുന്നു. ഉത്തര കൊറിയ മിസൈൽ പരീക്ഷണങ്ങൾ തുടരുന്നു. റഷ്യയുമായുള്ള അന്താരാഷ്ട്ര സംഘർഷം ശക്തമാണ്. സൈബർ ആക്രമണങ്ങളിലും സാങ്കേതിക വിവരമോഷണവും വർദ്ധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിർത്തി കാക്കുന്നത് മാത്രം ദേശീയ സുരക്ഷയല്ല എന്ന് ജപ്പാൻ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. വിവരങ്ങൾ, ഗവേഷണം, സാങ്കേതിക വിദ്യ, വ്യാപാര ശൃംഖല, കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ എന്നിവയെല്ലാം ഇന്ന് ദേശീയ സുരക്ഷയുടെ ഭാഗമാണ്. ഇന്നത്തെ ലോകത്ത് യുദ്ധം തോക്കുകളും മിസൈലുകളും കൊണ്ട് മാത്രം നടക്കുന്നില്ല. കമ്പ്യൂട്ടർ കോഡുകളിലും മൈക്രോ ചിപ്പുകളിലും ഡേറ്റകളിലും വിതരണ ശൃംഖലകളിലും സാമ്പത്തിക ഇടപാടുകളിലും യുദ്ധത്തിന്റെ മറ്റൊരു മുഖം കാണാം. ചെറിയൊരു ഇലക്ട്രോണിക് ചിപ്പിന് പോലും രാജ്യങ്ങളുടെ സുരക്ഷയെ സ്വാധീനിക്കാനുള്ള ശക്തിയുണ്ട്. അതുകൊണ്ടാണ് ജപ്പാനെ ചുറ്റിപ്പറ്റിയുള്ള ഈ ചർച്ചകൾ ഒരു രാജ്യത്തിന്റെ മാത്രം പ്രശ്നമായി കണക്കാക്കാത്തത്. ലോകത്തിന്റെ സാങ്കേതിക സുരക്ഷയും ആഗോള വ്യാപാര സംവിധാനത്തെയും ഇത് നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ്. ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് ഒരേ ഒരു കാര്യമാണ്. ജപ്പാൻ കൊണ്ടുവരുന്ന പുതിയ സുരക്ഷാ പരിഷ്കാരങ്ങൾ വിദേശ ചാര പ്രവർത്തനങ്ങളെ ഫലപ്രദമായി തടയുമോ, അതോ ആഗോള വ്യാപാര ശൃംഖലയുടെ സങ്കീർണത കാരണം ഇത്തരം വെല്ലുവിളികൾ തുടരുമോ? അതിന് ഉത്തരമറിയാൻ ഇനിയും സമയം വേണ്ടിവരും. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ഭാവിയിലെ ലോകം സുരക്ഷതയിൽ ആയുധങ്ങൾക്കും ഒപ്പമോ അതിലും കൂടുതലോ പ്രാധാന്യം ഇനി സാങ്കേതിക വിദ്യയ്ക്കും വിവര സുരക്ഷയ്ക്കുമാണ്.